ദുരിതാശ്വാസ നിധി സംഭാവനയ്ക്കെതിരെ ഇടത് സംഘടനാ കൺവെൻഷനിൽ രൂക്ഷ വിമർശനമുയർന്നു. ശിശുക്ഷേമ സമിതി സ്റ്റാഫ്സ് യൂണിയൻ കൺവെൻഷനിലാണ് വിമർശനമുയർന്നത്. നടക്കുന്നത് നിർബന്ധിത പിരിവാണെന്നും ദുരിതബാധിതരെ സംരക്ഷിക്കാൻ ആവശ്യത്തിന് സഹായം ലഭിച്ചുവെന്നുമാണ് ശിശുക്ഷേമ സമിതി സ്റ്റാഫ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ മുഖ്യമന്ത്രി തന്നെ പ്രസിഡന്റായ കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരാണ് രൂക്ഷ വിമർശനം ഉയർത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന ശിശുക്ഷേമ സമിതി സ്റ്റാഫ്സ് യൂണിയൻ കൺവെൻഷനിലായിരുന്നു സംഭവം. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകണമെന്ന് പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ സംസാരിച്ച യൂണിയൻ ജനറൽ സെക്രട്ടറി V അജികുമാർ ശക്തമായ ഭാഷയിൽ തന്റെ വിമർശനമുയർത്തി. സെക്രട്ടറി എന്ന നിലയിൽ താൻ സമ്മതപത്രം നൽകിയില്ലെന്നും ജീവനക്കാരെ CWC ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി ഭീഷണിപ്പെടുത്തുകയാണെന്നും അജികുമാർ ആരോപിച്ചു. പിന്നാലെ പൊതുചർച്ചയിൽ CPM പ്രാദേശിക നേതാക്കളടക്കമുള്ള പ്രതിനിധികളും വിമർശനവുമായി എത്തി. CMDRFന്റെ പേരിൽ സർക്കാർ കൊള്ള നടത്തുന്നു. വയനാട് ദുരിതബാധിതരെ സംരക്ഷിക്കാൻ ആവശ്യമായ സഹായങ്ങൾ ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു. തുച്ഛമായ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരിൽ നിന്നും പിടിച്ചുപറി നടത്തരുതെന്നും സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. CWCയിലെ നിയമനങ്ങൾ മുഴുവൻ AKG സെന്ററിൽ നിന്നുള്ള പട്ടികയ്ക്ക് അനുസരിച്ചാണ് നടത്തുന്നതെന്നും യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. ജനം, തിരുവനന്തപുരം.